In this session, I am going to introduce Ampere's law or curl of B, curl of magnetic field B. Now, in our previous discussion, we have derived the magnetic field produced by an infinitely long charged conductor using Biot-Savart law, and we have seen that from right-hand thumb rule, if thumb points the direction of current, your fingers that curl around the conductor will give you the direction of magnetic field. So the magnetic field is curl around, the direction of magnetic field is that curl around this conductor. So definitely magnetic field has a curl. So what amount of curl? That is what we want to derive, or that is what Ampere's law says. So its statement is in integral form: closed line integral over a loop B dot dl is equal to mu 0 times the total current enclosed by this closed loop. I will explain the statement in detail. So let me start proving this. So consider a closed loop. A closed loop need not be a circle, any loop, any closed loop around a straight conductor carrying a steady current I. Now, the magnetic field at a distance rho from the center or from its axis is given by Biot-Savart law. B is equal to mu 0 I by 2 pi rho. നമ്മൾ Biot-Savart ലോയുടെ ഒരു ആപ്ലിക്കേഷനായിട്ട് കണ്ടായിരുന്നു. ഈ കണ്ടക്ടറിൽ നിന്ന് ഒരു റോ ഡിസ്റ്റൻസിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഗിവൺ ബൈ mu 0 I by 2 pi rho. ഇനി ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഡയറക്ഷൻ നമ്മൾ പറഞ്ഞു കേൾ, ദാറ്റ് കേൾ അറൗണ്ട് ദി സർക്കിൾ. അപ്പോൾ കേൾ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഫൈ ക്യാപ് ഡയറക്ഷനാണ്. അത് സർക്കംഫറൻഷ്യലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതാണ് സെൻറ്റർ. ഇങ്ങനെ നിങ്ങൾ പോയിൻ്റ് ചെയ്യുന്നതായിട്ട് ഈ കണ്ടക്ടർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരുന്നത് ഇഫ് ദിസ് കണ്ടക്ടർ ഈസ് പോയിൻറ്റിങ് ടുവേർഡ്സ് യു. അപ്പോൾ ഈ ഒരു ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഫൈ ക്യാപ്പാണ്. ഫൈ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഈ ഡയറക്ഷനിലാണെങ്കിൽ ഇങ്ങനെ ഈ ഡയറക്ഷൻ ടാൻജൻഷ്യലായിട്ട് വരുന്ന ആ ഡയറക്ഷനാണ് നമ്മൾ ഫൈ ക്യാപ്പ് എന്ന് പറയുന്നത്. സോ അത് കേൾ ചെയ്യാന്നുള്ള അല്ലെങ്കിൽ അത് സർക്കിൾ ചെയ്യുകയാണെന്നുള്ള ഒരു ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയാണ് ഫൈ ക്യാപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. Now നമുക്ക് വാല്യൂറ്റ് ഉണ്ട് B dot dl ആണ്. സോ ഇറ്റ് ഈസ് ഈസി ടു സ്വിച്ച് ടു സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ്. In cylindrical coordinates, we can write the line element dl is equal to d rho rho cap plus rho d phi cap plus dz z gap. ഇവിടെ ഡി ആർ എന്നായിരിക്കും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ഇവിടെ ഡിസ്റ്റൻസിന് റോ എന്ന് എടുത്തു, അതുകൊണ്ട് ഇവിടെ ഡി റോ ക്യാപ്പ് എന്ന് എഴുതി എന്ന് മാത്രമേ ഉള്ളൂ. Now the line integral of magnetic field around this closed path, that is closed line integral over this loop B dot dl is equal to closed line integral B is given by mu 0 I by 2 pi rho phi cap dot dl is d rho rho cap plus rho d phi cap plus dz z cap. സോ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഫൈ ക്യാപ്പ് ഡോട്ട് റോ ക്യാപ്പ്, ഇതെല്ലാം മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടേഴ്സ് ആണ്. റോ ക്യാപ്പും ഫൈ ക്യാപ്പും സെഡ് ക്യാപ്പും. സോ ഫൈ ഡോട്ട് റോ ക്യാപ്പ് ഈസ് 0, ഫൈ ക്യാപ്പ് ഡോട്ട് ഫൈ ക്യാപ്പ് ഈസ് 1, ഫൈ ക്യാപ്പ് ഡോട്ട് സെഡ് ക്യാപ്പ് ഈസ് 0. അപ്പോൾ ഈ മിഡിൽ ടേം മാത്രമേ സർവൈവ് ചെയ്യുള്ളൂ. സോ വിൽ ഗെറ്റ് ക്ലോസ്ഡ് ലൈൻ ഇൻറ്റഗ്രൽ mu 0 I by 2 pi rho phi cap dot phi cap is 1, then we have rho d phi. So this rho cancels with this rho, then we get then these terms are constant. Mu 0 is constant, I is steady current is constant divided by 2 pi. So mu 0 I divided by 2 pi, rho cancels, integral over this closed loop d phi. Now what is integral over this closed loop? അതായത് ഫൈ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആംഗിളാണ്. നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, അതല്ലെങ്കിൽ ഈ ഒരു ഫോമിൽ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ദിസ് ഈസ് ഫൈ ഈസ് ഈക്വൽ ടു 0, ദെൻ ഫൈ ഈസ് ഈക്വൽ ടു 90, 180, 270, 360. അപ്പോൾ ഒരു കംപ്ലീറ്റ് ഓവർ എ ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറയുന്നത് ഒരു ലൂപ്പ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 360 ഡിഗ്രിയാണ് വരുന്നത്. 360 മീൻസ് 2 പൈ. സോ ക്ലോസ്ഡ് ലൈൻ ഇൻറ്റഗ്രൽ d phi ഈസ് 2 പൈ. സോ this is equal to mu 0 I divided by 2 pi into closed line integral d phi is 2 pi. So this 2 pi cancels. We will get
mu 0 I. സോ ഈ പാട്ട് ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു mu 0 I. ഈ എക്സാമ്പിളിൽ ഐ എൻക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ഈ ആംബീരിയൻ ലൂപ്പിൽ ഒരു വയറേ പോകുന്നുള്ളൂ, അതിൽ കൂടെ പോകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ I ആണ്. ഇനി ഇതിൻ്റെ പ്രൂഫ് കംപ്ലീറ്റ് ആവണമെങ്കിൽ നമുക്ക് ഒരു പാർട്ടും കൂടെ കൺസിഡർ ചെയ്യണം. സപ്പോസ് ദ ലൂപ്പ് ഡിഡിൻ എൻക്ലോസ് ദ വയർ. ലൂപ്പ് ഡിഡിൻറ്റ് എൻക്ലോസ് ദി വയർ. അതായത് ഈ വയറിന് പുറത്താണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലൂപ്പ്, വയർ ഇതിന് പുറത്താണ്, അല്ലെങ്കിൽ ഐ എൻക്ലോസ്ഡ് പുറത്താണ്. ഇനി ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വേറൊരു രീതിയിൽ വയർ നിങ്ങളെ പോയിൻ്റ് ചെയ്യുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ദ വയർ ഈസ് പോയിൻറ്റിങ് ടുവേർഡ്സ് യു, ദെൻ അതിൻ്റെ അപ്പുറത്താണ് ലൂപ്പ്, ഈ വയറിന് പുറത്താണ് ലൂപ്പ്. ആദ്യത്തെ എക്സാമ്പിൾ നമ്മൾ ഇത് സെൻറ്ററായിട്ട് വരുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ ഇതിനെ സർക്കിൾ ചെയ്യുന്ന രീതിയിലാണ് ലൂപ്പ് വന്നിരുന്നത്. പക്ഷേ സെക്കൻഡ് കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ ലൂപ്പ് പുറത്താണ്, വയർ ഇവിടെയും ലൂപ്പ് ഇവിടെ പുറത്തുമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും? ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു, ഇവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് സിലിണ്ടറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് തരാം mu 0 I by 2 pi ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി ഫൈ. ഈ കേസിൽ എന്തായിരിക്കും ക്ലോസ്ഡ് ഡി ഫൈ? ഇവിടെ ഫൈ എങ്ങനെയാണ് വേരി ചെയ്യുന്നത്? ഈ എക്സാമ്പിൾ വയർ സെൻറ്റർ ആയതുകൊണ്ട് നമ്മൾ ലൈൻ ഇൻ്റഗ്രൽ പെർഫോം ചെയ്യുമ്പോൾ ഫൈ ഒരു 360 ഡിഗ്രി കറങ്ങാണ് വരുന്നത്. അങ്ങനെയാണ് നമുക്കിവിടെ ഡി ഫൈ ഇൻ്റഗ്രൽ ഡി ഫൈ എന്നത് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി ഫൈ എന്നുള്ളത് 2 pi എന്ന് കിട്ടിയത്. ഇവിടെയാണെങ്കിലോ അതായത് നമ്മൾ ലൈൻ ഇൻ്റഗ്രൽ പെർഫോം ചെയ്യുന്നത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് ഇവിടേക്കാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് വരുമ്പോൾ ഇതാണ് ഇനീഷ്യലി ഈ ഒരു റെഫറൻസ് ലൈൻ വെച്ചിട്ടാണ് നമ്മൾ 5 മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ആംഗിൾ 5 ആണ്. 5 1 സ്റ്റാർട്ട് ചെയ്തു, 5 ഇൻക്രീസ് ചെയ്ത് മാക്സിമം ഇവിടെ വരെ പോയി, ഇവിടെ വരെ പോയി. ഈ ആംഗിളാണ് 5 2 വരെ പോയിരിക്കുന്നത്, 5 2 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ ഈ ലൂപ്പ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഡയറക്ഷനിൽ നിന്ന് ഇവിടുന്ന് ഇവിടെ വരെ എത്തുമ്പോൾ 5 1 മുതൽ 5 2 വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യും ഡി ഫൈനെ. ദെൻ അത് കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ 5 2 നിന്ന് വീണ്ടും 5 1 വരെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സെയിം എമൗണ്ടാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. ആദ്യം ഇത്രയും ആംഗിൾ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്തു, പിന്നെ ഇത്രയും ആംഗിൾ തിരിച്ച് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്തു. സോ ആദ്യത്തെ ഇൻ്റഗ്രലിൻ്റെ ഓപ്പോസിറ്റാണ് നെഗറ്റീവ് ഇൻ്റഗ്രൽ വരിക. സോ ഇൻ്റഗ്രൽ ഡി ഫൈ, വയർ പുറത്താണെങ്കിൽ ഇൻ്റഗ്രൽ ഡി ഫൈ 0 ആണ്. സോ ക്ലോസ് ലൈൻ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ 0 ആണ്. ഇനി ഈ രണ്ട് കേസുകൾ, കേസ് 1 and 2 രണ്ടും കൂടെ ക്ലബ് ചെയ്യുക. കേസ് 1 നമ്മൾ എന്താണ് കൺസിഡർ ചെയ്തത്? വയർ ലൂപ്പിനകത്താണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് mu 0 I എന്ന് കിട്ടി. സെക്കൻഡ് കേസിൽ വയർ അല്ലെങ്കിൽ കറണ്ട് ലൂപ്പിന് പുറത്താണെങ്കിൽ നമുക്ക് 0 കിട്ടി. സോ ഈ രണ്ട് കാര്യം കൂടി ക്ലബ് ചെയ്തിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ ഓവർ എ ലൂപ്പ് ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു mu 0 I enclosed, where I enclosed is the current enclosed by the closed loop. ഈ ക്ലോസ്ഡ് ലൂപ്പിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ക്ലോസ്ഡ് ലൂപ്പിനെ ഇനി നമ്മൾ കാണാൻ പോകുന്ന എക്സാമ്പിളൊക്കെ നമ്മൾ ആംപീരിയൻ ലൂപ്പ് എന്നാണ് പറയുന്നത്. ആംപീരിയൻ ലൂപ്പ്. അപ്പോൾ ആംപീരിയൻ ലൂപ്പിൽ വരുന്ന കറണ്ടുകളെ മാത്രം നമ്മൾ ഈ ഇക്വേഷനിൽ കൺസിഡർ ചെയ്യണം. അതിന് പുറത്ത് എത്ര കറണ്ട് ഉണ്ടെങ്കിലും നമുക്കതിനെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. സോ യു ക്യാൻ കൺസിഡർ ആൻ എക്സാമ്പിൾ. വേറൊരു എക്സാമ്പിൾ ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. ഇതാണ് എൻ്റെ ഒരു ആംപീരിയൻ ലൂപ്പ് എന്ന് വിചാരിക്കാം. ഇനി ഇവിടെ കുറേ കണ്ടക്ടേഴ്സ് ഉണ്ട്. I1 ഉണ്ട്, I3 I1, ദിസ് ഈസ് I1, I2, I3, I4, I6. ഓക്കെ, നൗ എനിക്ക് എങ്ങനെ എഴുതാം ഇതിന്? ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ, ആംബിയേഴ്സ് ലോ, ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു mu 0 I enclosed. ഈ എക്സാമ്പിൾ I enclosed എത്രയാണ്? I enclosed is the total current enclosed by this ആംപീരിയൻ ലൂപ്പ്. ടോട്ടൽ കറണ്ട് enclosed by this closed loop. ഈ കേസിൽ ഏതൊക്കെ കറണ്ടാണ് വരുന്നത്? I1 ഈ ലൂപ്പിൽ കൂടെയാണ് പോകുന്നത്, I2 ഈ ലൂപ്പിനകത്ത് വരുന്നതാണ്, I3 ഈ ലൂപ്പിനകത്ത് വരുന്നതാണ്. പക്ഷേ I4ഉം I5ഉം ലൂപ്പിന് പുറത്താണ്. അപ്പോൾ അവരെ നമ്മളിതിൽ ഉൾപ്പെടുത്തേണ്ട. സോ ടോട്ടൽ കറണ്ട് enclosed by ആംപീരിയൻ ലൂപ്പ് ഇൻ ദിസ് എക്സാമ്പിൾ ഈസ് I1 പ്ലസ് I2 പ്ലസ് I3. Need not consider I4 and I5. അതാണ് ആംബിയൻസ് ലോവിൻ്റെ കൺസെപ്റ്റ്. ടോട്ടൽ കറണ്ട് എൻക്ലോസ്ഡ് ബൈ ദി ആംപീരിയൻ ലൂപ്പ്. സോ ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് mu 0